നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. കിലിയൻ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് മത്സരത്തിൽ മെസ്സിയേക്കാൾ 2 ഗോളിന് മുന്നിലായി. ലോകകപ്പിലെ 3-ാം സ്ഥാനക്കാർക്കായുള്ള മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ 48-ാമത്തെ മിനിറ്റിലും 66-ാമത്തെ മിനിറ്റിലും കിലിയൻ എംബാപ്പെ ഗോളടിക്കുകയായിരുന്നു. 2 ഗോളിന് പിന്നിലും മൈക്കൽ ഒലീസെ എന്നവരുടെ താരമായിരുന്നു. ഒലീസയുടെ പാസുകളിൽ നിന്നാണ് 2 ഗോളും എംബാപ്പെ അടിച്ചത്. എന്തായാലും എംബാപ്പെ ഇപ്പോൾ 10 ഗോളുമായി ഗോൾഡൻ ബൂട്ട് മത്സരത്തിൽ നിൽക്കുകയാണ്. മെസ്സിക്ക് 8 ഗോളുകൾ മാത്രമേയുള്ളൂ. 8 ഗോളും 4 അസിസ്റ്റുമായിട്ടാണ് മെസ്സി നിൽക്കുന്നത്. 2 ഗോൾ ഈ ഒരു മത്സരത്തിൽ തന്നെ നേടിയതിലൂടെ എംബാപ്പെ ഗോൾഡൻ ബൂട്ട് മത്സരത്തിൽ ഏതാണ്ട് ഒരുപാട് ദൂരം മുന്നിലാണ് എന്ന് പറയേണ്ടി വരും. ഇനി ഫൈനൽ മത്സരമാണ് ലിയണൽ മെസ്സിയുടെ മുൻപിൽ ബാക്കിയുള്ളത്. അത് സ്പെയിനിനെതിരെയാണ്. അതിൽ 2 ഗോൾ അടിക്കാൻ മെസ്സിക്ക് കഴിഞ്ഞാൽ അസിസ്റ്റുകളുടെ പിൻബലത്തിൽ മെസ്സിക്ക് ഗോൾഡൻ ബൂട്ട് നേടാം. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അത് എത്രത്തോളം എളുപ്പമാണ് എന്നുള്ളതാണ്. കാരണം ഫൈനൽ ലോകകപ്പിൻ്റെ ഫൈനലാണ്, അതും സ്പെയിനിനെതിരെയാണ്. പക്ഷെ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും അസാധ്യമല്ല. അത്രമാത്രം മാജിക്കുള്ള മാന്ത്രികതയുള്ള കളിക്കാരൻ എന്ന നിലയിൽ മെസ്സിയെ സംബന്ധിച്ചിടത്തോളം 2 ഗോൾ അടിക്കലൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പക്ഷേ ഫൈനലിൽ എന്ത് സംഭവിക്കുമെന്ന് നാം കണ്ടു തന്നെ അറിയണം. നിലവിൽ എംബാപ്പെ ഗോൾഡൻ ബൂട്ടിൻ്റെ കാര്യത്തിൽ 2 ഗോളിന് മെസ്സിയേക്കാൾ മുന്നിൽ നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം.